मैं हैप्पी हैप्पी आया ഒരു പാട്ട് പാടിച്ചല്ലോ ഒരു പാട്ട് എനിക്ക് വേണ്ടി നമ്മളല്ലേ കേൾക്കുവാനാ അതെ ശ്രീരാഗമോ തേടുന്നു നീ വീണതൻ പൊൻതന്തിയിൽ സ്നേഹാർദ്രമാ. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം, അസ്സലാമു അലൈക്കും. അപ്പോൾ വയനാട്ടിലേക്ക് പോകാൻ വേണ്ടി ഇറങ്ങിയാണ്. സമയം 6 മണിയായി. അപ്പോൾ അവിടെ പണിക്കാർ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. തേപ്പ് പണിയാണ് ഇന്ന് കേട്ടോ. ഇന്ന് തന്നെ മാക്സിമം തീർക്കണമെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഓക്കെ, നമുക്ക് പോവാം. ലെവലെല്ലാം കൂട്ടിയിട്ട് ഇറങ്ങുകയാണ്. ബാക്കി വിശേഷങ്ങൾ വഴിയെ കാണാം. ഭായ് ജഗ കൈസാ ഹൈ? ആ ഒരു ഭാഗോ. പിന്നെ ഇതാ ഈ തറേൻ്റെ ഉണ്ടല്ലോ ഇതും. ചാ പിന്നെ ഇതാ നമുക്ക് ഇവിടെ അത് മോഡലാണ് അതുപോലെ വന്ന് വെച്ചതായി. ഇനി ഇതും ഈ തൂണ് ഈ കോലായി ഭാഗം ഇതും കൂടെ നമുക്ക് അറിയാൻ പറ്റിയ. പിന്നെ ആളും തേച്ചിക്കില്ല. ഇതൊക്കെ കഴിഞ്ഞിട്ട് ടൈമുണ്ട് നമുക്ക്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിതാ പണി തുടങ്ങാൻ പോകാൻ കേട്ടോ. നമ്മൾ കാക്കൂര് പാവണ്ടൂരുള്ള രതീഷ് ഏട്ടനും മൂപ്പരുടെ പണിക്കാരും കൂടിയിട്ടാണ് വന്നത്. അപ്പോൾ ഇതാ ഈ തൂണ് കാര്യങ്ങളൊക്കെ ഫ്രണ്ട് ഭാഗമൊക്കെ തേക്കണമെന്നുണ്ട്. ആ സൈഡൊക്കെ ഒന്നും തേച്ചിയില്ല. പിന്നെ മുകളിൽ കഴിഞ്ഞ ദിവസം തേച്ചിക്ക്. അതുപോലെ തന്നെ അപ്പുറത്തെ സൈഡ് ചുമരുണ്ടല്ലോ, അതും നമുക്ക് തേക്കണം. കഴിയുന്നിടത്തോളം മാക്സിമം ഇന്ന് ഫിനിഷ് ചെയ്യണം. ഇന്നത്തോടെ വർക്ക് നിർത്തണം. കാരണം ഇത് തേച്ച് കഴിഞ്ഞൊരു 2 ദിവസം ഉണങ്ങിയിട്ട് ആണല്ലോ നമുക്ക് പെയിൻ്റ് അടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ പെയിൻറ്റിൻ്റെ മുക്കത്തുള്ള പറഞ്ഞിട്ടുണ്ട്. മൂപ്പര് സൈറ്റൊക്കെ വന്ന് നോക്കിയതാണ്. അപ്പോൾ മൂപ്പര് വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ തേപ്പ് കഴിഞ്ഞ് 2 ദിവസം ഉണങ്ങിയിട്ട് നമുക്ക് മൂപ്പരെ വിളിക്കാനുണ്ട്. ഇനി അധികം ദിവസമില്ല. ഇപ്പോൾ ഇന്ന് നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് 18-ാം തീയതി അല്ലേ. ഇനി ആകെ 3 ദിവസം കൂടിയായിട്ടേ ഉള്ളൂ കേട്ടോ. അതിൻ്റെ മുമ്പ് എല്ലാം ആണോ. ഈ വർക്ക് നമ്മൾ ചെയ്തത് ഇന്നലെയാണ്, 17-നാണ്. അപ്പോൾ ഇന്നും നാളെയും ഒരു 20-ാം തീയതി എങ്കിലും പെയിൻ്റ് അടിച്ചാലേ നടക്കുകയുള്ളൂ. ഇവിടുന്ന് നോക്കുമ്പോൾ ഏത് വൈബ് അല്ലേ. നല്ല തണുപ്പുണ്ടായിരുന്നു കേട്ടോ രാവിലെ. വന്ന് ക്ലീനാക്കിയ സ്ഥലമാണ് കേട്ടോ ഇത്. കുട്ടികളൊക്കെ വന്നിട്ട് ആരെയാ തണ്ടീന്ന് വിളിച്ചേ? തണുപ്പാന്ന് ഇവര് പറയുന്നത്. असली ठंडी देखेगा तो क्या बोलेगा भाई? ये बहुत कम है. इधर का सबसे कम वाला ठंडी यही है. माइनस है. सऊदी माइनस. मजीद का वह सऊदी तल्ला रखना अല്ലേ? അങ്ങനെ പണി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇവർ ഫാസ്റ്റാണ്, വേഗം കാര്യങ്ങൾ തീർക്കുന്നുണ്ട്. നിങ്ങൾ വീഡിയോയിൽ കാണുന്നുണ്ടാവും. ഈ ഇടത് ഭാഗത്തെ സൈഡൊന്നും നമ്മൾ തേച്ചിട്ടേ ഇല്ല കേട്ടോ. കാരണം ഇവിടെ മൊത്തത്തിൽ തേക്കാൻ ഒരുപാടുണ്ട്. പക്ഷെ അതെല്ലാം കൂടെ നമ്മളെ കൊണ്ട് ഇപ്പോൾ കൂട്ടിയാൽ കൂടൂല. കാരണം അത്രയും ഏരിയ ഇത്രയും സമയം കൊണ്ട് നമുക്ക് തേച്ച് തീർക്കാനാവുമല്ല. നമ്മൾ വളരെ വൈകിട്ടാണല്ലോ വർക്കൊക്കെ സ്റ്റാർട്ട് ചെയ്തത്. ഇനി അത്ര ദിവസമല്ലേ ഉള്ളൂ. അപ്പോൾ ചോറ് വാങ്ങാൻ വേണ്ടി വന്നതാണ്. നല്ല മത്തി പൊരിച്ചുണ്ട് ഇവിടെ. മത്തി പൊരിച്ചതും ചോറും വാങ്ങി. അപ്പോൾ എല്ലാവരും പറഞ്ഞ് നമുക്ക് അവിടെ മുകളിൽ പോയിട്ട് കഴിക്കാമെന്നൊക്കെയാണ് കേട്ടോ പറഞ്ഞത്. അവിടെ ഏകദേശം ഇവർ ചോറും വാങ്ങി ഞാൻ വന്നേരെന്ന് പറഞ്ഞാൽ ഏകദേശം ഫ്രണ്ടിലത്തെ വർക്കൊക്കെ കഴിഞ്ഞിട്ട് ഇവർ ഈ സൈഡ് തേപ്പ് തുടങ്ങി കേട്ടോ. ഫാസ്റ്റാണ്, വേഗം നോക്കുന്നുണ്ട്. മാഷാ അല്ലാഹ്. എന്തായാലും ഇന്നത്തോടെ തന്നെ പരിപാടി കഴിയും. ഇനി നമുക്ക് നേരെ ഇല്ല, ഒരു ദിവസം കൂടി വെക്കുവാനുള്ള സമയമൊന്നും ഇല്ല. ഇന്നുകൊണ്ട് മാക്സിമം അടിച്ച് തീർക്കാമെന്നില്ല. ഹാളും തേച്ചിട്ടില്ല കേട്ടോ. പക്ഷേ അതൊരു വകയും ഇല്ലാത്ത അവസ്ഥയാണ്. കല്യാണം കഴിഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് നോക്കിയിട്ട് ചെയ്ത് കൊടുക്കാം ഇവർക്ക്. എല്ലാവരും പറഞ്ഞ് നമുക്ക് ഈ കണ്ടത്തുനിന്ന് ഫുഡ് കഴിക്കാം, നല്ല തണുപ്പ് കാറ്റൊക്കെ ഉണ്ടല്ലോ എന്ന്. അപ്പോൾ നല്ല വൈബിൽ ഇവിടത്തേക്ക് വന്നേ. എങ്ങനെയുണ്ട് സ്ഥലം? അടിപൊളി സ്ഥലം. ले लो भैया, कैसा है जगह? अच्छा एम्बियंस है ना. कौन गाँव जा रहे हैं? बंगाल. इतना अच्छा एरिया छोड़ के गाँव जा रहे क्या? हैं? हो जाएगा. कहाँ जा रहे? काम है खेत में?
अभी काम है। कौन सा वो खेत है ना, कृषि है ना? कौन सा आइटम? अभी पॉपकॉर्न बनाता ना, पॉपकॉर्न। हाँ, उसका खेती है। इसलिए पूरे आदमी गाँव जा रहे हैं। हाँ, इधर कोई आदमी धान नहीं का है, खेती है। पूरा गाँव गया। ഓരോ മീൻ ഓരോരുത്തർക്ക് 7 മീൻ എടുത്തോ. എന്തൊക്കെ പറഞ്ഞാലും ഇതൊരു മറക്കാൻ പറ്റാത്ത ഒരു മൊമെൻറ്റ്സ് ആണ് കേട്ടോ. നമ്മൾ ഈ വീട്ടിലെ ഒരു കുറച്ച് കാലങ്ങൾ കഴിഞ്ഞാൽ ഇതൊക്കെ ഒരു ഓർമ്മകളായിരിക്കൂലേ അല്ലേ? നമ്മളിവിടെ ഇരുന്ന് ഭക്ഷണം കഴിച്ചതും ഓരോ ആളുകളെ പരിചയപ്പെടുന്നതും നമ്മൾ പോലും വിചാരിക്കാണ്ട് ഓരോ കാര്യങ്ങൾ നമുക്ക് ഓരോരുത്തർക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുമ്പോഴുള്ളൊരു സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റൂല കേട്ടോ. നല്ല രസമുണ്ട് എന്നോട് ഇങ്ങനെ ഇരുന്ന് ഫുഡ് കഴിക്കാൻ. മറിഞ്ഞിരിക്കുന്ന കലാകാരനാണ്, പൊളിഞ്ഞിരിക്കുന്ന ഏതാ പാടുന്നത്? കുറച്ച് കഴിഞ്ഞിട്ട് പാടെ നമ്മള് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുക. നിങ്ങള് ഭക്ഷണം കഴിച്ചാലാ പാടാനുള്ള മൂഡില്ല ഭായ്. गाना गाने के बाद एक खाना भी अच्छा है ना. ഈ ഗാനയും ഗാനയും രണ്ട് സെയിം ആയതുകൊണ്ട് ഇത് ഏത് കാണാനയ്യേ ഗാന. കൊയിനമണി ഒരു പാട്ടുണ്ട് ഇവരെ, ബംഗാളി പാട്ട്, നമ്മള് വൈറലായ പാട്ട് ഏതേനു? ചീ ചീ ചീ. മജീദൊക്കെ നല്ല ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളാണ് കേട്ടോ. മൂപ്പര വർക്ക് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുന്നുണ്ട്. മാഷാ അല്ലാ. അപ്പോൾ അതേപോലെ തന്നെ നമ്മളെ രതീഷ് ഏട്ടൻ നല്ല അടിപൊളി അസാധ്യ പാട്ടുകാരൻ കൂടിയാണ് കേട്ടോ. ആദ്യം നോക്കി മൂപ്പരെ കൊണ്ടൊരു പാട്ട് പാടിപ്പിക്കുക. എന്തായാലും ഒരു പാട്ട് പാടിക്കാണ്ട് വിടുകയല്ല എന്നുള്ള കാര്യം ഷുവറാണ്. വർക്ക് ഏകദേശം കഴിയാനായി, ഏകദേശം ഫിനിഷിങ് വർക്കിലേക്കായി. ഫ്രണ്ട് ഭാഗം ഈ ഹാള് തീരെ നമുക്ക് തേക്കാനൊന്നും ആയിക്കില്ല, അതിന് സമയമില്ല. മാത്രമല്ല ഇത് കണ്ടില്ല, ഇവിടെയെല്ലാം കുറച്ച് തേച്ചേ അത് അച്ഛൻ ഇവിടെ ബാക്കിയുള്ള സിമെൻറ്റ് എടുത്തിട്ട് ഇങ്ങനെ വാരി പൊത്തിയ പോലെ തേച്ചത്. അതെല്ലാം അടിച്ച് പൊളിക്കാണ്ട് ഇവർക്ക് തേക്കുവാനാവുമല്ല. കാരണം അതങ്ങനെ അതിൻ്റെ മുകളിൽ തേച്ചാൽ അതിൻ്റെ ഫിനിഷിങ് കിട്ടുമല്ല എന്നാണ് ഇവർ പറഞ്ഞത്. അപ്പോൾ അതെല്ലാം കുറേ പണിയുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്നും ഇപ്പം നടക്കുകയല്ല. ഇപ്പോൾ നമുക്കൊണ്ട് മാക്സിമം ചെയ്യുന്ന കാര്യങ്ങൾ വേഗം ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ കല്യാണം നല്ല വൃത്തിക്ക് നല്ല അടിപൊളിയായിട്ട് കഴിയണം. ഇനി ഒരുപാട് കാര്യങ്ങളിവിടെ വരാനുണ്ട്, ഫർണിച്ചർ കാര്യങ്ങൾ, അങ്ങനെ ഒരുപാട് സെറ്റ് ചെയ്യാനൊക്കെ ഉണ്ട്. അപ്പോൾ അതിനൊന്നുമുള്ള നേരെയില്ല. വേഗം ഓരോ ദിവസവും ഓരോന്നായിട്ട് റെഡിയാക്കി വരണം കേട്ടോ. ഓക്കെ അമ്മേ, ഹാപ്പി ആയാ? ഇനി നമുക്ക് ഇവിടെ രണ്ട് ദിവസം കൊണ്ട് പെയിൻറ്റ് ചെയ്യാം കേട്ടോ. അടിപൊളി ആഷ് കളർ പെയിൻറ്റും നിസാന ഇതങ്ങ് നമുക്ക് കഴിച്ചാൽ ജനാല വെക്കാം. ഓക്കെ രതീഷ് ഏട്ടാ, ഉയരം കഴിക്കുമ്പോൾ രണ്ടുപേരും പാട് എന്ന് കുറേ പറഞ്ഞു. പക്ഷെ മുപ്പര് ആയിക്കില്ല. വണ്ടി പോകുമ്പോൾ പാടാന്നെല്ലാം പറഞ്ഞ് നൈസായിട്ട് ഒഴിഞ്ഞ് മാറുക കേട്ടോ. ഇവരുടെ ഒരു സംഗീത കുടുംബമാണ്. ഭാര്യയും നല്ല രീതിയിൽ പാട്ട് പാടും, രതീഷ് ഏട്ടനും പാടും. അത്യാവശ്യം ചെറിയ പരിപാടിക്കൊക്കെ പോകുന്നതാണ് കേട്ടോ, ഗാനമേളക്കൊക്കെ ചെറിയ രീതിയിലൊക്കെ. അപ്പോൾ എല്ലാം കഴിച്ച് കഴിഞ്ഞ് ഇനി നമ്മൾ ഇവിടുന്ന് പുറപ്പെടുകയാണ്. ആ ചാവി ലോക്കല്ലേ, എന്നാ പോട്ടെ. ഓക്കെ അസ്സലാമലൈക്കും. പോട്ടെ അമ്മേ, കാണാം. പെയിന്റിന്റെ ആൾക്കാർ വരുമ്പം കാണാം കേട്ടോ. ഇഞ്ചു മഞ്ജു കുഞ്ചു എല്ലാം വണ്ടിയിൽ പോകുമ്പോൾ പാടിക്കാം അല്ലേ? ഒരു പാട്ട് പാടിച്ചല്ലോ. ഒരു പാട്ട് എനിക്ക് വേണ്ടി നമ്മളല്ലേ കേൾക്കുവാനാ. അതെ. ശ്രീരാഗമോ തേടുന്നു നീ വീണതൻ പൊൻതന്തിയിൽ സ്നേഹാർദ്രമാ ഏതോ പദം തേടുന്നു നാം ഈ നമ്മളിൽ. നിൻ മൗനമോ പൂമാനമായി, നിൻ രാഗമോ പൂപ്പാളമായി, എൻ മുന്നിൽ നീ പുലർക്കന്യയായി. ശ്രീരാഗമോ തേടുന്നു നീ വീണതൻ പൊൻതന്തിയിൽ. വാ സൂപ്പർ. അന്ന് അതിന്റെ ഇടയ്ക്ക് ദിക്കി ചിക്കാണ്. ഇത് അമ്മൂട് പാട്ടല്ല, ഇത് മെലഡി പാട്ട്.
സൂപ്പർ സൂപ്പർ അടിപൊളി. രതീഷ് ഏട്ടാ ആള് കണ്ട പോയല്ലോട്ടാ, ആള് പുലിയാ. ബൈ. ആ പേര് ലോക്കലോ? ആ മാക്സിമം ബേക്കോട്ട് ആയിക്കോ. രണ്ട് താൽ പോട്ടെ 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 പോട്ടെ. വേറെ ഇവിടെ താമരശ്ശേരി. എന്നാ ഓക്കെ പോട്ടാ. ഓക്കെ ആയിക്കോട്ടെ, ശരി, കാണാം. കാണാം.